ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് വന്ന് നല്ല പനിയാണ് ഫ്രണ്ട്സ്. അതിൻ്റെ അടുക്കാണ് ഞാൻ ഈ അപ്ഡേറ്റ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ബാലയുടെ പുതിയ സിനിമയാണ് അഖണ്ഡ 2. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ശരിക്കും നന്നായെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ദാക്കു മഹാരാജ എന്ന സിനിമ കണ്ടിട്ട് ഞാൻ അടുത്ത് തന്നെ പറയും. കാരണം പുള്ളിക്കാരൻ്റെ അത്യാവശ്യം നല്ലൊരു പടമാണ് ദാക്കു മഹാരാജ. അതായത് ഈ വില്ലന്മാർക്ക് കൂടുതൽ സ്ക്രീൻ പ്രസൻസും മറ്റുള്ള ക്യാരക്ടേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതി ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഈ ബാലയുടെ മാത്രം കാണിക്കാതെ തന്നെ. അപ്പോൾ ഈ സിനിമ എന്തുകൊണ്ടും വ്യത്യസ്തമാണ്. പക്ഷേ പുള്ളിക്കാരൻ ഒട്ടും തന്നെ മാറിയിട്ടില്ല, വീണ്ടും പഴയ പരിപാടിയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചിരിക്കുകയാണ്. എന്ത് കണ്ടുകൊണ്ട്? ഈ ബാലയെ കണ്ടുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സ് ഇത്രയും വലിയൊരു കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തരാവോ എന്തോ. ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 ദിവസം മുന്നേ അപ്ഡേറ്റ് ആയിരുന്നു. നമ്മുടെ ലോക സിനിമ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഭാഗത്തു നിന്നും ചെറിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 2ാം ഭാഗത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ഭാഗത്തു നിന്നും പുതിയ കുറേ പോസ്റ്റേഴ്സ് പുറത്ത് വിട്ടിട്ടുണ്ട്. മെയിനായിട്ടും ഒടിയൻ ചാർലി, നമ്മുടെ DQയുടെ തന്നെ ക്യാരക്ടർ പോസ്റ്ററും, പിന്നെ ടൊവിനോയുടെ ചാത്തൻ, മൈക്കിൾ ചാത്തൻ എന്ന് പറയുന്ന ഒരു പോസ്റ്ററും പുറത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക മൂത്തവൻ, അതായത് ഗസ്റ്റ് റോളിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ SK ശിവകാർത്തികേയനും രവി മോഹനും കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തുന്ന പുതിയ സിനിമയാണ് പരാശക്തി. സിനിമയുടെ ടീസറൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ശരിക്കും തന്നെ ആ ടീസർ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് സിനിമയിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് പുറത്ത് വന്നിരിക്കുവാണ്. എന്തായാലും ഈ വർഷം ഇല്ല, ജനുവരി മാസമായിരിക്കും സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്താൻ പോകുന്നത്. ജനുവരി 14-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് പൊങ്കൽ. അയ്യോ, നമ്മുടെ ദളപതിയുടെ ജനനായകനും അന്ന് റിലീസിനെത്താൻ പോകുന്നത്. എന്തരാവോ എന്തോ. ടൊവിനോ തോമസിൻ്റെ ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു ARM അഥവാ അജയൻ്റെ 2ാം മോഷണം. സിനിമ ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എല്ലാവരും എടുത്ത് പറഞ്ഞത് മണിയൻ എന്നൊരു ക്യാരക്ടറിനെ പറ്റിയാണ്. എല്ലാവർക്കും ഗംഭീരമായിട്ടുള്ള അഭിപ്രായമായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ പറ്റി. ഇപ്പോൾ ഇതാ പുതിയൊരു റൂമർ പൊങ്ങി വരുന്നുണ്ട്. ഈ മണിയൻ എന്നൊരു ക്യാരക്ടറിനെ വെച്ച് ഒരു സോളോ മൂവി വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ഒരു റൂമർ പൊങ്ങി വരുന്നത്. ഇതെവിടെയും ഒഫീഷ്യൽ പറഞ്ഞിട്ടില്ല, എന്നാലും ജസ്റ്റ് അവിടെ റൂമറായി കിടന്നോട്ടെ.